ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ ഒറ്റക്കട്ടിൽ എങ്ങനെയാണ് ബേബി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ആം ഹോളാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. ചുരിദാറിന് മടക്കണ പോലെ തന്നെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ആം ഹോൾ 5 ഇഞ്ച് ലെങ്ത് എടുത്ത് 5 ഇഞ്ച് വിഡ്ത്ത് എടുത്ത് ആം ഹോൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്താൽ ഇത് മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ആ ഒരു കട്ടും മാത്രം മതി, ആ ഒരു അളവ് മാത്രമേ ഉള്ളൂ. പിന്നെ ലെങ്ത് നമ്മൾ ബേബീസിൻ്റെ ലെങ്ത് എത്രയാണ് ഫ്രോക്കിന് വരുന്നത് ആ ഒരു ലെങ്ത് എടുത്ത് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ആ സൈഡിലോട്ടുള്ള ആ ഒരു മടങ്ങിയിരിക്കുന്ന ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അതെല്ലാവർക്കും മനസ്സിലാവുമല്ലോ. 2 പീസായിട്ട് ഇങ്ങനെ വരും. ഇതിപ്പോൾ എനിക്ക് 2 ഫ്രോക്ക് തയ്ക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ 4 പീസായിട്ട് വെട്ടിയത്. നിങ്ങൾക്ക് ഒരു ഫ്രോക്ക് തയ്ക്കണമെന്നുണ്ടെങ്കിൽ മൊത്തം 4 പീസായിട്ട് മടക്കിയിട്ടിട്ട് ഇങ്ങനെ ആം ഹോൾ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇതിപ്പോൾ 4 പീസുണ്ട്. ഇതിൽ 2 ഫ്രോക്ക് തയ്ക്കാം. ഇപ്പം ഞാൻ തയ്ക്കുന്നത് ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ മടങ്ങിയിരിക്കുന്നില്ല ഈ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഇവിടെ പ്ലേറ്റ് ഇടേണ്ടതാണ്, നെക്കിൻ്റെ ആ സൈഡിലായിട്ട്. ഇവിടെ നെക്കാണ് വരുന്നത്, അപ്പോൾ നെക്കിന് പകരം പ്ലേറ്റാണ് നെക്കിൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ആ പ്ലേറ്റ് വരുന്ന ആ ഭാഗം മൊത്തം കട്ട് ചെയ്ത് കളയണം. ആ ഒരു മടങ്ങിയിരിക്കുന്ന ഭാഗം എല്ലാം കട്ട് ചെയ്യണം. ആം ഹോൾ നമ്മൾ വെട്ടിയില്ലേ, അതിൻ്റെ മേലിലോട്ടുള്ള ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് മടക്കി വെക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ക്രോസ് പീസാണ്. ക്രോസ് പീസ് നമ്മൾ ആം ഹോൾ കട്ട് ചെയ്തില്ലേ, ആ തുണി എടുത്തിട്ട് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കാരണം തുണി ഇല്ലല്ലോ, എല്ലാ തുണിയും നമ്മൾ ആ ഒരു ഞൊറി എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള തുണി ആം ഹോൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് എടുത്താണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യണത്. ഇത് റൗണ്ട് ആയതുകൊണ്ട് ക്രോസ് പീസ് നമുക്ക് മടക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രയാണോ ക്രോസ് പീസ് ആ ഒരു മെറ്റീരിയൽ കിട്ടുന്നത് അത്രയും ക്രോസ് പീസ് നമ്മൾ എടുക്കണം. കാരണം ക്രോസ് പീസ് നമുക്ക് ആം ഹോൾ മടക്കി അടിക്കാനൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം നമ്മളത് എടുക്കണം. ഇതുപോലെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്താൽ മതി, വീഡിയോയിൽ കാണുന്നത് പോലെ. കാരണം ഞാൻ അളവ് കാണിക്കാത്തത്, എനിക്കത് അറിയാം എത്ര ഇഞ്ചാണ് വേണ്ടതെന്നുള്ളത്. നിങ്ങൾ ഒരു 1.5 ഇഞ്ചിൽ ആം ഹോൾ ഇത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. മാക്സിമം ആ തുണിയിൽ എത്ര കിട്ടുമോ അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്കത് തുണി വേറെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് തുണി ബാക്കിയുണ്ടെങ്കിൽ ആ തുണിയിൽ കട്ട് ചെയ്തെടുക്കാം ആം ഹോൾ മടക്കി അടിക്കാൻ വേണ്ടി. ക്രോസ് പീസ് തന്നെ എടുക്കണം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് എടുക്കരുത്. അപ്പോഴേ ക്രോസ് പീസ് എടുക്കുമ്പോഴേ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അത് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. അടുത്തത് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കാണുന്നില്ലേ, ഈ ഒരു ക്രോസ് പീസ് നമ്മളെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്ര ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത് അത്രയും ക്രോസ് പീസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഈ ഫ്രോക്ക് നമുക്ക് ഒരു മാസം തൊട്ട് ഒരു വയസ്സ് വരെയുള്ള മക്കൾക്ക് ഇടാൻ പറ്റും. നൂലുകെട്ട്, ഓണ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കസവിൻ്റെ ഫ്രോക്ക് ഇടാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഇത് കോട്ടണിൽ തയ്ച്ചാലും മതി. കോട്ടണിൽ ഇതുപോലെ മോഡലിൽ തയ്ച്ചാലും നമുക്ക് ഫ്രീ ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ട് കൊടുക്കാം, വീട്ടിലിട്ട് കൊടുക്കാം. നല്ലൊരു മോഡലാണിത്, എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ക്രോസ് പീസ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും നീളത്തിൽ കിട്ടി. അപ്പോൾ നമുക്കിതെല്ലാം വേണം. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തതിന് ശേഷം അടുത്തതെന്ന് പറയുന്നത്, ഇതിലിപ്പോൾ 4 പീസോട് നമ്മൾ 2 പീസ് മാത്രം എടുക്കണം. 2 പീസ് മാത്രം എടുത്തിട്ടാണ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അത് വേറെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലെ തന്നെ വേറൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വേണ്ട 2 പീസാണ്. അപ്പോൾ ഈ ആം ഹോളിൻ്റെ മേളിലുള്ള ആ ഒരു ഭാഗം കണ്ടില്ലേ, ആ ഒരു ഭാഗം നമുക്കിനി മടക്കി അടിച്ച് കൊടുക്കണം. അത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം എത്ര ചെറുതായിട്ട് നമുക്ക് മടക്കി അടിക്കാൻ പറ്റൂ അത്രയും ചെറുതായിട്ട് വേണം ഇത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പവർ മെഷീനാണ് ഉള്ളതെങ്കിൽ പവർ മെഷീനിൽ പ്രഷർ ഫുട്ട് മാറ്റാനുള്ള ഒരു ഓപ്ഷനുണ്ട്. എൻ്റെ നേരത്തെ വീഡിയോസിലുണ്ട് പ്രഷർ ഫുട്ട് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ മതി. അപ്പോൾ അത് മനസ്സിലാവും ഇതെങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രഷർ ഫുട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഈ അംബ്രല്ലയിലൊക്കെ നമ്മൾ താഴോട്ട് മടക്കി അടിക്കത്തില്ല, അതുപോലെ ഇതിൽ അങ്ങനെ മടക്കി അടിക്കരുത്. നല്ല എളുപ്പത്തിൽ നമുക്ക് കിട്ടും, നല്ല കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കിട്ടും. അവിടെ ഒരു കസവ് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കതൊരു ബുദ്ധിമുട്ടായത്. അല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് കാണുമ്പോൾ മനസ്സിലാവും അത്രയും നല്ല പെർഫെക്റ്റായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ സാധാരണ പ്രഷർ ഫുട്ടിൽ അടിക്കുമ്പോൾ ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതിലടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടും.
അതിനുശേഷം നമുക്ക് 2 സൈഡ് അടിക്കണം. 2 പീസ് ഉണ്ടല്ലോ, ആ 2 പീസ് നമുക്ക് ആ ഒരു സൈഡ് അടിച്ചെടുക്കണം. ഒരു പീസ് അടിക്കണതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്, പക്ഷേ നിങ്ങൾ 2 സൈഡും അടിക്കണം. അടിച്ചതിന് ശേഷം ഈ പ്രഷർ ഫുട്ട് മാറ്റി നോർമൽ പ്രഷർ ഫുട്ട് ഇട്ടിട്ട് ആ ഒരു അടിച്ച ഭാഗത്തിന് നമ്മൾ ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. നമുക്ക് നമ്മുടെ ബേബീസിന് എത്ര നെക്കിൻ്റെ വിട്ട് എടുക്കുമോ, ഞാൻ ഇപ്പോൾ എടുക്കണ 7 ഇഞ്ചാണ്. ആ ഒരു 7 ഇഞ്ച് അളവിൽ തന്നെ, ആ 7 ഇഞ്ച് വീതിയില്ലേ, ആ ഒരു വീതിയിൽ തന്നെ ഈ ഒരു പ്ലീറ്റ് നമുക്ക് ഇട്ട് കൊടുക്കണം. ആ എത്ര തുണിയാണോ ഉള്ളത് അത്രയും തുണിയിൽ നമുക്ക് 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 7 ഇഞ്ച് അളവിൽ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേ നമുക്ക് ഫ്രോക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ചെറിയ പ്ലീറ്റ് ഇട്ട് നമുക്ക്, നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം, എനിക്ക് കൈ കൊണ്ടിടുന്നതാണ് ഇഷ്ടം. ചിലർ ഈ സ്ക്രൂ ഡ്രൈവർ അങ്ങനെ എന്തെങ്കിലും വെച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു തയ്യലിൻ്റെ ആ ഒരു ഇത് മാറ്റിയിട്ടിരുന്നവരും ഉണ്ട്, വലുതാക്കിയിട്ട്. ഞാൻ കൈവച്ചിട്ട്, അപ്പോൾ കൈവച്ച് നമുക്കിതിട്ടിട്ട് നമുക്ക് നോക്കാം എത്രയാണ് കറക്റ്റ്, കണ്ടില്ലേ? അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ നോക്കി തയ്ക്കണം എത്രയാണ് വരണേന്ന്. 7 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇനി മറ്റ് ആ ഒരു പീസും കൂടെ അതുപോലെ പ്ലീറ്റ് ഇട്ട് അടിച്ചെടുക്കണം. അത് ഞാൻ കാണിച്ചില്ല, നിങ്ങൾ ചെയ്യണം. 2 പീസും പ്ലീറ്റ് ഇട്ട് അടിച്ചെടുക്കണം. രണ്ടും കറക്റ്റ് 7 ഇഞ്ചിൽ തന്നെ പ്ലീറ്റ് ഇട്ട് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു പ്ലീറ്റ് ഇട്ട് ആ ഒരു ഭാഗത്തിൽ ആം ഹോളില്ലേ, അത് നല്ല ഭാഗം മേളിലും ക്രോസ് പീസ് അടിയിലും വെച്ച് ഇങ്ങനെ തച്ച് കൊടുക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തച്ച് വരണം. ആ ഒരു ക്രോസ് പീസ് അടിയിൽ വെച്ചിട്ട്, ക്രോസ് പീസിൻ്റെ നല്ല ഭാഗവും ഡ്രസ്സിൻ്റെ നല്ല ഭാഗവും ഇങ്ങനെ വച്ചിട്ട് അടിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ലെങ്താണ് ഇനി വേണ്ടത്. നെക്കിൻ്റെ ലെങ്ത് വരണത് 5 ആണ്. അപ്പോൾ 5 നമ്മൾ ചിലർക്ക് 5 വരും, ചിലർക്ക് 6, കുഞ്ഞ് വാവന്മാരാണെങ്കിൽ 4, 3 അങ്ങനെയൊക്കെ വരും. അപ്പം ഞാൻ എടുക്കുന്നത് 5 ആണ്. അപ്പം നമ്മൾ കറക്റ്റ് ആ ഒരു 5 ലെങ്ത് എടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ 5 ലെങ്ത് എടുത്ത് ആ ക്രോസ് പീസ് ഇങ്ങനെ 5 വിട്ട് നമ്മൾ അടുത്തൊരു പീസ്, നമ്മൾ 2 പീസ് ഉണ്ടല്ലോ, അതിൽ അടുത്തൊരു പീസ് വെച്ച് കൊടുക്കണം. നല്ല ഭാഗം വേണം വച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു 5 അളവെടുത്ത് അടുത്ത പീസും കൂടെ, ആം ഹോളിൻ്റെ അടുത്ത പീസും കൂടെ വച്ച് കൊടുത്ത് ഇങ്ങനെ അടിച്ചെടുക്കണം. ക്രോസ് പീസ് വെച്ച് കറക്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു വൃത്തികേട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ ഇത് കാണിച്ചിരിക്കില്ല അതുപോലെ അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചെടുക്കുന്നത് പോലെ മടക്കി ഒരു 1/2 ഇഞ്ച് കറക്റ്റ് ആ ഒരു പൈപ്പിംഗ് വരണ രീതിയിൽ ഇങ്ങനെ മടക്കി അടിക്കണം. ആ ഒരു തയ്യൽ തുമ്പൊന്നും കാണാൻ പാടില്ല, അങ്ങനത്തെ രീതിയിൽ വേണം അത് മടക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് മടക്കി അടിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഇത് അകത്തോട്ട് വിട്ട് ഇത് നടുവിലോട്ട് വിട്ട് അങ്ങനെ മടക്കി അടിക്കണം. ഇത് വരണത് നെക്കിൻ്റെ ലെങ്താണ്. ഈ കഴുത്തൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെങ്താണ് നമുക്കിത് വേണ്ടത്. നമ്മൾ ഈ കെട്ടിന് പകരമൊക്കെ വെച്ച് കൊടുക്കൂലേ, ചില റെഡിമെയ്ഡ് ഫ്രോക്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെയാണ് നമ്മളിത് ചെയ്യണത്. ഇതിങ്ങനെ മടക്കി അടിക്കണം. ഇതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗം കൂടെ ക്രോസ് പീസ് വെച്ച് അടിക്കണം. അപ്പുറത്തെ ആം ഹോളില്ലേ, അതും ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ച് അടിക്കണം. കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ക്രോസ് പീസ് താഴെയും ഡ്രസ്സിൻ്റെ നല്ല ഭാഗം, മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം മേളിലും വെച്ച് വേണം അടിക്കാൻ. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അടുത്ത ഭാഗം കൂടെ കറക്റ്റായിട്ട്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായതുകൊണ്ട്, നിങ്ങൾക്ക് പരിചയമില്ലാത്തത് കൊണ്ടും നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാലും എനിക്ക് മാക്സിമം എങ്ങനെയാണ് പറഞ്ഞു തരാൻ പറ്റുന്നത് അങ്ങനത്തെ രീതിയിൽ ഞാൻ പറഞ്ഞു തരണുണ്ട്. ഇത് രണ്ടും മടക്കി അടിച്ചതിന് ശേഷം ആ ഒരു ബോഡിയുടെ ഭാഗത്തുള്ള 2 പീസും കൂടെ ജോയിൻ ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തും ജോയിൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്രോക്ക് റെഡിയായി. ഇനി അടുത്ത ആ ഒരു ബോഡി പാർട്ട്, അപ്പുറത്തെ മെറ്റീരിയലിൻ്റെ എൻഡും ഇപ്പുറത്തെ മെറ്റീരിയലിൻ്റെ എൻഡും കൂടെ ജോയിൻ ചെയ്ത ഫ്രോക്ക് കണ്ട ഇതുപോലെ വരും. ഇത് നമുക്ക് നൂലുകെട്ടിനും ഓണത്തിനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. എളുപ്പത്തിൽ തച്ചെടുക്കാം. ബിഗിനേഴ്സ് ആയിട്ടുള്ള തയ്യൽക്കാർക്കൊക്കെ എളുപ്പത്തിൽ തച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്, പുതിയ ചാനൽ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.